കലോത്സവ നഗരിയിൽ നിന്നും ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി ശ്രീകുമാറാണ് ചേരുന്നത്. പാർവതി, 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിനം ഞാനിപ്പോൾ നിൽക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിന് മുന്നിലാണ്. ഇവിടെ വേദി ഒന്നിൽ ഇപ്പോൾ ഒപ്പന പെൺകുട്ടികളുടെ ഒപ്പന മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് മോഹിനിയാട്ടമാണുള്ളത്. അതുപോലെ തന്നെ വേദി 2-ൽ ഗവൺമെന്റ് വിമൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ രാവിലെ തിരുവാതിരയുണ്ട്, പെൺകുട്ടികളുടെ തിരുവാതിര. വേദി 3 ടാഗോർ തിയേറ്ററിലെ നാടകമാണ് തുടങ്ങുന്നത്. ഭരതനാട്യം കാർത്തിക തിയേറ്ററിലാണ്. അത് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ്. മണർകാട് സ്കൂളിൽ രാവിലെ പൂരക്കളി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ തന്നെ കുച്ചിപ്പുടി, ആൺകുട്ടികളുടെ കുച്ചിപ്പുടി മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. പിന്നെ നാങ്ങിയാർകൂത്ത് ഗവൺമെന്റ് ഗേൾസ് എച്ച് പട്ടത്തിലാണ്, അത് ഉച്ചയ്ക്ക് ശേഷമാണ്. രാവിലെ ചാക്യാർകൂത്താണ് ആൺകുട്ടികളുടേത്. ഓട്ടംതുള്ളൽ മത്സരം നടക്കുന്നത് നിർമ്മൽ ഭവൻ HSSലാണ്, അത് ഉച്ചയ്ക്ക് ശേഷമാണ്. ഓട്ടംതുള്ളൽ പെൺകുട്ടികളുടെ മത്സരം ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കോട്ടൺ ഹിൽ സ്കൂളിൽ ഏതാണ്ട് രാവിലെ തന്നെ 9:30 തന്നെ കഥകളി മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കഥകളി ഗ്രൂപ്പ് മത്സരം ഉച്ചയ്ക്ക് 1 മണിക്കാണ് തുടങ്ങുന്നത്. സ്വാതിരുന്നാൾ കോളേജിൽ അതുപോലെ തന്നെ ലളിതഗാനം രാവിലെ തന്നെ തുടങ്ങി. ഗ്രൂപ്പ് സോങ് 4 മണിക്കാണ്. ലളിത ഗാനം ആൺകുട്ടികളുള്ളത് ഉച്ചയ്ക്ക് 12 മണിക്കാണ്. അങ്ങനെ വിവിധങ്ങളായ സ്റ്റേജുകൾ, അതായത് 25ഓളം വേദികളിൽ ഇന്ന് സജീവമാണ്. പ്രത്യേകിച്ചും അവധി ദിവസമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ തിരുവനന്തപുരത്തിന്റെ സഹൃദരായ കലാസ്നേഹികൾ എത്തിത്തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ രാത്രി അല്പം മഴ പെയ്തെങ്കിൽ പോലും സ്റ്റേജിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാധുനിക സജ്ജീകരണങ്ങളോട് നിർമ്മിച്ച സ്റ്റേജാണ്. അതുകൊണ്ട് മഴയും വെയിലിനും ഒക്കെ ചെറുക്കാൻ പറ്റിയ സ്റ്റേജാണ്. പോയിന്റ് നില നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂരും അതുപോലെ തന്നെ കോഴിക്കോടും ഒക്കെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. 1 പോയിന്റ് വ്യത്യാസത്തിലാണ് ഇപ്പോൾ തൃശ്ശൂർ മുന്നിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ദിവസം വലിയ നിർണായകമാണ്. ഏറ്റവും കൂടുതൽ ജനപ്രിയമായിട്ടുള്ള മത്സര ഇനങ്ങൾ ഇന്നത്തെ ദിവസത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും എല്ലാ വേദികളും സജീവമായി കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ അതായത് കഴിഞ്ഞ ആദ്യ ദിവസം തന്നെ വലിയ വർണ്ണാഭമായിരുന്നു തുടക്കം. എല്ലാ സ്റ്റേജുകളിലും ആദ്യ ദിവസം അല്പം വൈകിയെങ്കിൽ പോലും പരമാവധി സമയകൃത്യത പാലിക്കാൻ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നും അതുപോലെ തന്നെയാണ്. ഞായറാഴ്ചയാണ്. രാവിലെ തന്നെ മത്സരങ്ങൾ കൃത്യസമയത്ത് തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പീലുകളുടെ കുറവും നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ് പാർവതി.